അടുത്ത ഡേറ്റകളിലേക്ക് വളരെ പെട്ടെന്ന് പോകുമ്പോൾ തീർച്ചയായും ഡേറ്റകൾ പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ അതിൽ DMK സൂചിപ്പിച്ചു കഴിഞ്ഞു. 1949 രൂപീകൃതമാകുന്നു. കരുണാനിധി എന്ന പേര് മലയാളികൾക്ക് പരിചയപ്പെടുത്തേണ്ട സാഹചര്യമില്ല. MGRന്റെ പേരോ ജയലളിതയുടെ പേരോ നമുക്ക് ഓർമ്മപ്പെടുത്തേണ്ട കാര്യമില്ല എന്ന് തോന്നുന്നു. കിരൺ, ഈ രണ്ട് പാർട്ടികളുമായി ബന്ധപ്പെട്ട് ഇനി എന്തെങ്കിലും ചേർത്ത് വെക്കാനുണ്ടോ? അഭിലാഷ, ചേർത്ത് വെക്കാനാണെങ്കിൽ രണ്ട് പാർട്ടികളുടെ ഈ സിനിമ കഥ പോലെ തന്നെ വളരെ വിശാലമാണ്. ഇന്നലെയൊക്കെ പറഞ്ഞതുപോലെ MGRും കരുണാനിധിയുമായിട്ടുള്ള ബന്ധം, MGRും ജയലളിതയുമായിട്ടുള്ള ബന്ധം, MGR കരുണാനിധി പിന്നീട് ജയലളിതയും രണ്ട് പക്ഷത്ത് നിന്ന് ഇവരൊക്കെ പോരാട്ടത്തിന്റെ ചരിത്രം, ഇതെല്ലാം ഈ ഇത്രയും പ്രധാന രാഷ്ട്രീയ നേതാക്കൾ സിനിമക്കാരാണ് തമിഴ്നാട്ടിൽ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചിട്ടുള്ളത്. കരുണാനിധി DMKയുടെ ഒരു പ്രധാന നേതാവായി നിൽക്കുന്നു. MGR AIDMK രൂപീകരണം, ജയലളിതയാണ് അതിന്റെ പിന്തുടർച്ചാവകാശം വന്നത്. വിജയകാന്താണ് DMDK രൂപീകരിച്ചത്, ദേശീയ മുർപോക്ക് ദ്രാവിഡ കഴകം രൂപീകരിച്ചത്. പിന്നീട് R ശരത് കുമാറാണ് നമ്മുടെ മലയാള സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ശരത്താണ് മറ്റൊരു പാർട്ടി രൂപീകരിച്ചത്. അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ പേര് പിന്നെ ഓൾ ഇന്ത്യ സമത്വ മക്കൾ കച്ചി എന്നാണ് പേര്. പക്ഷെ ആ ശരത്തിന്റെ പാർട്ടിയൊന്നും അങ്ങനെ എവിടെയും ഒരു രക്ഷപ്പെടുന്ന അല്ലെങ്കിൽ അത് ഒരു രാഷ്ട്രീയത്തിൽ ഏതെങ്കിലും തരത്തിൽ ഒരു നിർണായക സ്വാധീനമാകാനൊന്നും കഴിഞ്ഞില്ല. മാത്രമല്ല, ഇവർ ഈ പാർട്ടി രൂപീകരിക്കുന്നു എന്നതിനപ്പുറത്ത് പല പാർട്ടികളുമായി സഹകരിക്കുകയോ തെന്നിപ്പിരിയുകയോ അല്ലെങ്കിൽ പറഞ്ഞു വിടുകയോ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ രാഷ്ട്രീയ പാർട്ടികളൊക്കെ രൂപീകരിച്ചത്. പക്ഷെ അതിനകത്ത് അങ്ങനെ അല്ലാതെ രൂപീകരിച്ച ഒരാൾ കമലഹാസനാണ്. കമലഹാസനെ സംബന്ധിച്ചിടത്തോളം കമലഹാസൻ അങ്ങനെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായി നിൽക്കുകയും അവിടെ നിന്ന് തെറ്റിമാറുകയും ഒന്നും ചെയ്തതല്ല. കമലഹാസൻ മക്കൾ നീതി മയ്യം എന്ന് പറയുന്ന 2018 അങ്ങനെ ഒരു പാർട്ടി കമലഹാസൻ രൂപീകരിക്കുന്നത്. ആ പാർട്ടി വലിയ ഒറ്റയ്ക്ക് മത്സരിക്കുകയും ഒക്കെ ചെയ്തു. പക്ഷേ അങ്ങനെ ആ പാർട്ടിക്ക് അത്തരത്തിലുള്ള സ്വാധീനമൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. കമലഹാസൻ ഒരു പുതിയ രാഷ്ട്രീയ ധാര മുന്നോട്ട് വെക്കുകയൊക്കെ ചെയ്തതാണ്. അത് ഈ പൂർണ്ണമായും ദ്രാവിഡ രാഷ്ട്രീയത്തിൽ അധിഷ്ഠിതമായ അല്ലെങ്കിൽ അഴിമതിക്കെതിരായിട്ടുള്ള ഒരു നീക്കമൊക്കെ നടത്തിക്കൊണ്ട് അതിനെ പുതിയ കാലത്തിനെ കൂടി ചേർത്ത് നിർത്തിക്കൊണ്ട് ഒരു മുന്നേറ്റമൊക്കെ നടത്താൻ ശ്രമിച്ചതാണ്. കേരളത്തിൽ വന്ന് CPM-ഉമായിട്ടുമൊക്കെ വലിയ ബന്ധമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ ഒരു മുന്നണിയിലും അവർ ചേർന്ന മുന്നണിയിലൊന്നും DMK മുന്നണിയിലൊന്നും അദ്ദേഹത്തിന് നിൽക്കാനും കഴിഞ്ഞില്ല. അദ്ദേഹത്തിന് ആ തരത്തിലൊരു മുന്നേറ്റം ഉണ്ടാക്കാനും കഴിഞ്ഞില്ല. ഒരു ആപ്പൊക്കെ അദ്ദേഹം ഉണ്ടാക്കിയിരുന്നു, ഒരു വിസിൽ ബ്ലോവർ ആപ്പൊക്കെ, അങ്ങനെ ആളുകൾക്ക് അതിൽ പരാതി നൽകാനുള്ള സംവിധാനമൊക്കെ. പക്ഷെ അദ്ദേഹത്തിനും ആ രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. ഇപ്പോഴും അങ്ങനെ തമിഴ് രാഷ്ട്രീയവും സിനിമയുമായി ബന്ധപ്പെട്ടാൽ അങ്ങനെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞ, തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെത്താൻ കഴിഞ്ഞ രണ്ടു നേതാക്കൾ കരുണാനിധിയും MGRും ജയലളിതയുമാണ്. രണ്ട് പാർട്ടികളെ DMKയിലും AIDMKയിലും. ഈ വിജയകാന്തിനെ കുറിച്ച് പറയുമ്പോൾ വിജയകാന്തിന്റെ ഒരു വിഷയം, വിജയകാന്തിന് പ്രതിപക്ഷ നേതാവാൻ കഴിഞ്ഞു. നമുക്ക് വിജയകാന്ത് ഉൾപ്പെടെയുള്ളവരുടെ വളരെ കൃത്യമായി ഡേറ്റകളിലേക്ക് തന്നെ പോകാം. എന്തായാലും ഈ ഘട്ടത്തിൽ പ്രേക്ഷകരെ കൃത്യമായി ഓർമ്മിപ്പിക്കാനുള്ളത്, കഴിഞ്ഞ ദിവസം വളരെ കൃത്യമായി വളരെ പ്രധാനപ്പെട്ട രണ്ട് രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച ഡേറ്റകൾ ഞങ്ങൾ പങ്കുവച്ചതാണ്. അത് DMK, മറ്റൊന്ന് AIDMK. അതോടൊപ്പം ഇന്ന് വിശദമായി സംസാരിക്കാൻ പോകുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് DMDK എന്നതാണ്. 2005 ആണ് ഈ പാർട്ടി രൂപീകൃതമായത്. ദേശീയ മുർപോക്ക് ദ്രാവിഡ കഴകം. വിജയകാന്ത്, കഴിഞ്ഞ ദിവസം അന്തരിച്ച സിനിമാ താരം, ആണ് ഇങ്ങനെയൊരു രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയത്. ഇനി തീർച്ചയായും നമുക്ക് ഓരോ പാർട്ടിയുമായി ബന്ധപ്പെട്ട ഡേറ്റകളിലേക്ക് പോകുമ്പോൾ ആദ്യം തന്നെ നമുക്ക് DMDK പരിശോധിക്കാം. അവിടെ കിരൺ, ഇപ്പോൾ എന്താണ് ഇതിന്റെ സാഹചര്യം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. പക്ഷേ സൂചിപ്പിച്ചതുപോലെ ഒരു ഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവ് എന്ന സ്ഥാനത്ത് കൂടി എത്തിയ വ്യക്തിയായിരുന്നു വിജയകാന്ത്. അഭിലാഷ, അത് തന്നെയാണ് ഏറ്റവും പ്രധാനം. തമിഴ് രാഷ്ട്രീയത്തിൽ ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ ചരിത്രം എഴുതുമ്പോൾ മുഖ്യമന്ത്രി ആരായിരുന്നു, പ്രതിപക്ഷ നേതാവ് ആരായിരുന്നു, അതിനപ്പുറത്തേക്കുള്ളതെല്ലാം അതിൽ അത്രത്തോളം പ്രസക്തമായതല്ല. ഏറ്റവും പ്രസക്തമായത് ഇത് രണ്ടുമാണ്. അങ്ങനെ എത്താൻ കഴിഞ്ഞ സിനിമാ താരങ്ങളുടെ എണ്ണം എടുത്താൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ MGRും കരുണാനിധിയും ജയലളിതയും കഴിഞ്ഞാൽ പിന്നീട് എത്താൻ കഴിഞ്ഞത് വിജയകാന്തിനാണ്. വിജയകാന്തിന്റെ പാർട്ടി വലുതായതുകൊണ്ടല്ല, വിജയകാന്ത് AIDMKയ്ക്ക് ഒപ്പം നിന്നാണ് അദ്ദേഹം മത്സരിച്ചത്. അദ്ദേഹം മത്സരിച്ചിട്ട് അദ്ദേഹത്തിന്റെ പാർട്ടിയേക്കാൾ കുറച്ച് സീറ്റുകളാണ് DMKയ്ക്ക് ലഭിച്ചത്. അന്ന് പ്രതിപക്ഷ നേതൃസ്ഥാനം DMKയ്ക്ക് കൊടുക്കാതിരിക്കാൻ വേണ്ടി വിജയകാന്തിനെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് 2011 കൊണ്ടുവരികയായിരുന്നു. 2011 മുതൽ 16 വരെയുള്ള വർഷത്തിൽ അദ്ദേഹം തമിഴ്നാടിന്റെ പ്രതിപക്ഷ നേതാവായിരുന്നു. ആ രാഷ്ട്രീയ പാർട്ടി 2005 സെപ്റ്റംബർ 14 രൂപീകരിച്ച ശേഷമുള്ള അവരുടെ ഓരോ വർഷത്തെയും തെരഞ്ഞെടുപ്പിന്റെ ചരിത്രം കൂടി നമുക്ക്, ആ ഡേറ്റകൾ കൂടി നമുക്ക് പരിശോധിച്ച് തന്നെ മുന്നോട്ട് പോകാം. തീർച്ചയായും നമുക്ക് ഈ പാർട്ടി രൂപീകൃതമാകുന്നത് 2005 സെപ്റ്റംബർ 14 എന്ന ഡേറ്റയാണ് ഇപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത്. വിജയകാന്ത് തമിഴ് സിനിമയിലടക്കം ശോഭിച്ചു നിൽക്കുന്ന സമയം, അതോടൊപ്പം തന്നെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നിരവധി ആരാധകരും ഒക്കെ ഉണ്ടായിരുന്ന ഒരു സമയത്ത് തന്നെയാണ് വിജയകാന്ത് ഈ പാർട്ടി രൂപീകൃതം ആയത്.
അതിനുശേഷം പിന്നീട് ഓരോ തെരഞ്ഞെടുപ്പുകളിൽ അടക്കം നടന്നിട്ടുള്ള പ്രകടനം ആണ് നമുക്ക് ഇനി വിലയിരുത്തേണ്ടി വരുന്നത്. അതിലെടുത്തു പറയേണ്ടത് 2005 പാർട്ടി രൂപീകരിക്കുന്നു, 2006 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്നു, 234 ഇടങ്ങളിൽ മത്സര രംഗത്ത് അല്ലെങ്കിൽ ഈ സീറ്റുകളിൽ ഒരിടത്ത് മാത്രം, അങ്ങനെയല്ലേ കിരൺ, അതായത് 8.38% വോട്ട് നേടുന്നു എന്നുള്ളതാണ്. നമുക്ക് അതിനുശേഷം ലോക്സഭയിലെ പ്രകടനവും നോക്കാം. ഈ 2005 പാർട്ടി രൂപീകരിച്ച 2006 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ എല്ലാ സീറ്റിലും മത്സരിച്ചുകൊണ്ട് ഒരു ശ്രമമാണ്. ഇപ്പൊ വിജയകാന്തിനെ സംബന്ധിച്ച് വിജയകാന്തിന്റെ സിനിമ നായകനായി തുടങ്ങുന്ന അദ്ദേഹത്തിന്റെ ചട്ടം ഒരു ഇരുട്ടറ ഇറങ്ങുന്നത് 81-ലാണ്. ഈ 80-കളിലും 90-കളിലും എന്ന് പറഞ്ഞാൽ ഈ രജനീകാന്തും കമലഹാസനും ഒക്കെ നിൽക്കുമ്പോഴും വിജയകാന്തിന്റേതായ ഒരു വലിയ ആരാധകരുണ്ട്. ഒരു വർഷമൊക്കെ ഏറ്റവും കൂടുതൽ 10-18 സിനിമകളിലൊക്കെ നായകനായി വരികയും ഇതിൽ മഹാഭൂരിപക്ഷ സിനിമയും സൂപ്പർ മെഗാ ഹിറ്റ് ആവുകയും ഒക്കെ ചെയ്ത ഒരു നായകനാണ് വിജയകാന്ത്. വിജയകാന്തിന് ആ മട്ടിൽ വിജയകാന്തിൻ്റെതായ ഒരു ആരാധക വൃന്ദം തമിഴ്നാട്ടിൽ എല്ലാ സ്ഥലത്തും ഉണ്ടായിരുന്നു. ആ ഒരു ആരാധകരുടെ ഒക്കെ ബലത്തിലാണ് ഒരുപാട് ഈ ക്യാപ്റ്റൻ പ്രഭാകർ സിനിമയൊക്കെ വന്ന ശേഷമാണ് അദ്ദേഹത്തിന് ക്യാപ്റ്റൻ എന്നുള്ള പേര്. കേരളത്തിലും ഈ സിനിമ ഏറെ ഓടിയ സിനിമയാണ്. അതോടൊപ്പം തന്നെ കൂലിക്കാരന, പുല്ലൻ വിചാരണ, സേതുപതി IPS, അങ്ങനെ നിരവധി സിനിമാ ഹിറ്റുകളിലൂടെ അദ്ദേഹം ഈ തമിഴ്നാട്ടിലെ 2 പ്രധാന സൂപ്പർ സ്റ്റാറുകൾ നടക്കുന്നതിൽ നിന്ന് മാറി നടന്നുകൊണ്ട് അവിടെ ആരാധകരെ സൃഷ്ടിച്ച ഒരാളാണ്. അങ്ങനെ ഒരാളാണ് ഒരു പാർട്ടി തുടങ്ങുന്നത്. പക്ഷേ എല്ലാ സീറ്റിലും മത്സരിച്ചെങ്കിലും ഒരു സീറ്റിൽ പോലും ഒറ്റ സീറ്റിൽ വിജയിച്ചത് വിജയകാന്ത് മാത്രമാണ്. വിജയകാന്തിന് മാത്രമാണ് അന്ന് വിജയിക്കാൻ കഴിഞ്ഞത്. പക്ഷേ വിജയകാന്ത് മാത്രം വിജയിച്ചെങ്കിൽ നമ്മൾ ആ കണക്ക് നോക്കണം. 8.38% വോട്ട് നേടാൻ കഴിഞ്ഞു. ഒരു രാഷ്ട്രീയ പാർട്ടി, ഒരു മുന്നണിയുടെ ഭാഗമായിട്ട് 8% വോട്ടുള്ളവർ ഏതെങ്കിലും ഒരു മുന്നണിയുടെ ഭാഗമായിട്ട് നിൽക്കുകയാണെങ്കിൽ അവർ ആ സംസ്ഥാനത്തെ ഒരു പ്രധാനപ്പെട്ട പാർട്ടി ആവേണ്ടതാണ്. കേരളത്തിൽ പോലും അത് പരിശോധിച്ചാൽ മനസ്സിലാവും. ഒരു പ്രധാനപ്പെട്ട പാർട്ടിയോ 2-3 മന്ത്രിമാരെ വരെ കിട്ടേണ്ട പാർട്ടിയായി മാറേണ്ടതാണ്. 2009-ലും അവർ തമിഴ്നാട്ടിലെ 39 സീറ്റിലും പുതുച്ചേരിയിലെ ഒരു സീറ്റിലും അങ്ങനെ 40 സീറ്റുകൾ മത്സരിച്ചു. അവിടെ 40 സീറ്റുകളിലും അവർ ദയനീയമായി തന്നെ പരാജയപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട്. അതായത് 2009-ലേക്ക് വരുമ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. പ്രേക്ഷകർക്ക് ഒരു ആശയക്കുഴപ്പം വേണ്ട. 2006 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്, അതിൽ 234 സീറ്റുകളിൽ മത്സരിക്കുന്നു, 8.38% വോട്ട് നേടുന്നു, ഒരിടത്ത് വിജയിക്കുകയും ചെയ്യുന്നു. 2009-ലേക്ക് എത്തുമ്പോൾ അത് ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. 40 സീറ്റുകളിൽ മത്സരിച്ചുവെങ്കിലും ഒരിടത്തും വിജയിക്കാനുള്ള കരുത്ത് ഉണ്ടായിരുന്നില്ല. 2011-ലെ കണക്കുകൾ കൂടി നോക്കണം അഭിലാഷ്. അതാണ് ഏറ്റവും പ്രധാനം. DMDK പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് അദ്ദേഹത്തെ എത്തിച്ചത്, വിജയകാന്തിനെ എത്തിച്ചത് 2011 തെരഞ്ഞെടുപ്പ്. 2011 തെരഞ്ഞെടുപ്പിന് ഒരു വലിയ, അതായത് പാർട്ടി രൂപീകരിച്ച ആദ്യ തെരഞ്ഞെടുപ്പിന് നേരിടുന്നു, തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ അവർ വലിയ കരുത്ത് കാണിക്കുന്നു. അതെ, രണ്ടാമത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ വിജയകാന്തിന് സ്വാഭാവികമായി മനസ്സിലായി ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് തമിഴ്നാട് രാഷ്ട്രീയത്തിലേക്ക് പിടിച്ചു കയറുക പ്രയാസമാണ്. അവിടെ അന്ന് DMKയുടെ ഭരണം നിന്ന ഘട്ടമാണ്. DMKക്കെതിരെ വലിയ ആരോപണങ്ങളും ഒക്കെ ഉയർന്ന ഒരു ഘട്ടം കൂടിയാണെന്ന് ആലോചിക്കണം. വലിയ അഴിമതി ആരോപണങ്ങളും ഒക്കെ ഈ അദ്ദേഹത്തിന്റെ കരുണാനിധിയുടെ തന്ത്രങ്ങളൊന്നും ഫലിക്കാതെ വരികയും ആ സർക്കാരിനെതിരെ വലിയ ആരോപണങ്ങൾ, അഴിമതി ആരോപണങ്ങൾ വന്നു. അതോടൊപ്പം തന്നെ ഈ അവിടുത്തെ ക്രമസമാധാന നില പാടെ തകർന്നു പോകുന്ന അവസ്ഥ വരുന്നു. അങ്ങനെ AIADMK ജയലളിതയ്ക്കൊപ്പം അദ്ദേഹം സഖ്യം ആയി മാറുകയാണ്. അങ്ങനെ സഖ്യത്തിൽ 40 സീറ്റ് മത്സരിച്ചതിൽ 29 സീറ്റിലും വിജയിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതോടുകൂടിയാണ് തമിഴ് രാഷ്ട്രീയത്തിലെ ഒരു വലിയ, അന്ന് 29 സീറ്റുകളിൽ ഇവർ വിജയിക്കുമ്പോൾ 26-25 സീറ്റുകൾ മാത്രമാണ് DMKക്ക് വിജയിക്കാൻ. DMK പാടെ തകർന്നടിഞ്ഞു പോയ ഒരു തെരഞ്ഞെടുപ്പ്. DMK സഖ്യത്തിന് തന്നെ 31 സീറ്റുകൾ മാത്രമേ ജയിക്കാൻ കഴിഞ്ഞുള്ളൂ. അവിടെ DMKക്ക് ജയലളിതയും ഈ DMKയും തമ്മിലുള്ള ഒരു തർക്കത്തിന്റെ ആഴമറിയാമല്ലോ. ഒരു കാരണവശാലും ജയലളിതയ്ക്ക് ആ പക കൂടിയുണ്ട്. ജയലളിത ആ മട്ടിൽ ശാരീരികമായിട്ടടക്കം നിയമസഭയിൽ വെച്ച് DMK MLA-മാർ അപമാനിക്കുകയും അവർ വസ്ത്രത്തിൽ വലിച്ചുരിയുകയും ഒക്കെ ചെയ്തതാണ്. ആ പകയും എല്ലാം കൂടെ ചേർത്തിട്ടാണ് അവർ ഒരു കാരണവശാലും DMKക്ക് പ്രതിപക്ഷ നേതൃസ്ഥാനം കൊടുക്കില്ല എന്ന് തീരുമാനിച്ചുകൊണ്ട് രണ്ടാമത്തെ വലിയ പാർട്ടി, സാങ്കേതികമായി പറഞ്ഞാൽ രണ്ടാമത്തെ വലിയ പാർട്ടിക്ക് പ്രതിപക്ഷ നേതൃസ്ഥാനം കൊടുക്കാം. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വിജയകാന്ത് വരുന്നത്. ഭരണപക്ഷത്ത് നിന്ന് മത്സരിച്ച് പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കുക. പക്ഷേ ആ രാഷ്ട്രീയ നീക്കം വിജയകാന്തിനെ സംബന്ധിച്ച് ജയലളിതയുടെ പകയ്ക്ക് ഇരയായി നിന്നുകൊണ്ടുള്ള നടത്തിയ രാഷ്ട്രീയ നീക്കം വിജയകാന്തിനെ സംബന്ധിച്ച് അതോടുകൂടി ആ പാർട്ടി അപ്പാടെ തകരുന്ന, പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് ഇരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത്. അതിനെ തുടർന്ന് അദ്ദേഹത്തിന് അധികം പ്രായോഗികമായില്ലെങ്കിൽ ആ രോഗങ്ങളൊക്കെ വരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ പ്രേമലത ഏകദേശം പാർട്ടിയുടെ നിയന്ത്രണമൊക്കെ ഏറ്റെടുക്കുകയും അദ്ദേഹത്തിന്റെ പൊതു
സദസ്സിലേക്ക് വന്ന് അദ്ദേഹത്തിന് വരാനൊക്കെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുന്നു. പലതവണ അദ്ദേഹത്തിന് മരണം വന്നു എന്ന് പറഞ്ഞ അഭ്യൂഹങ്ങൾ ഉണ്ടാവുകയും അങ്ങനെ വാർത്ത പ്രചരിക്കുകയും ഒക്കെ ചെയ്തതാണ്. ക്രമേണ യഥാർത്ഥത്തിൽ ആ പാർട്ടി അടുത്ത 2 തെരഞ്ഞെടുപ്പിലും മത്സരിച്ചെങ്കിലും അടുത്ത തെരഞ്ഞെടുപ്പിൽ വിജയകാന്ത് അടക്കം പരാജയപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയിലേക്കാണ് വന്നത്. വിജയകാന്തിന്റെ സ്വന്തം ആ ഒരു വിജയകാന്ത് എന്ന വ്യക്തിക്ക് അങ്ങനെ വോട്ട് കിട്ടേണ്ടതാണ്. പക്ഷേ ആ തെരഞ്ഞെടുപ്പിൽ വിജയകാന്ത് അടക്കം പരാജയപ്പെട്ടു. അതിന് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അവിടെയും പാടെ പരാജയപ്പെടുന്ന 2016-ലും 2021-ലും അങ്ങനെ പാടെ പരാജയപ്പെടുന്ന ഒരു അവസ്ഥയിലേക്കാണ് പാർട്ടി എത്തിച്ചേർന്നത്. അദ്ദേഹത്തിന്റെ മരണത്തോടുകൂടി ഏകദേശം പറഞ്ഞാൽ ഈ പാർട്ടിയുടെ നിലനിൽപ്പ് തന്നെ ഒരു വലിയ പ്രേമലതയാണ്. കഴിഞ്ഞ കുറെ കാലമായി തന്നെ ഈ പാർട്ടിയെ നയിക്കുന്നത്. അദ്ദേഹത്തിന്റെ അടുത്ത നേതാക്കളടക്കം പരസ്യമായി അടക്കം പിന്നീടൊക്കെ പറയുകയും ഒക്കെ ചെയ്തത് അവസാന ഘട്ടത്തിൽ അദ്ദേഹത്തിന് തിരിച്ചറിയാൻ പോലും കഴിഞ്ഞിരുന്നില്ല. എന്താണ് ഇടയ്ക്ക് വന്ന് ആളുകളുടെ മുന്നിൽ വന്ന് കൈ വീശി കാണിച്ച് മടങ്ങി പോകുന്നതിനപ്പുറത്തേക്ക് പ്രസംഗിക്കാനോ എന്താണ് നടക്കുന്നതെന്നും തിരിച്ചറിയാൻ കഴിയാത്ത ഒരു അവസ്ഥയിലായിരുന്നു. അദ്ദേഹം 70-71 വയസ്സേ ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹത്തിന് അത്തരത്തിലേക്കുള്ള കടുത്ത രോഗബാധിതനായിരുന്നു. അങ്ങനെയാണ് ഈ ഡിസംബറിൽ അദ്ദേഹം മരണമടയുന്നതും ഒക്കെ. ഒന്ന് ഉദിച്ചുയർന്നു, അതേപോലെ അസ്തമിച്ചു പോയി. എന്തായാലും അങ്ങനെ ഉദിച്ചുയർന്ന ഒരു രാഷ്ട്രീയ നേതാവ്, അതോടൊപ്പം തന്നെ ഏറ്റവും വലിയ പ്രത്യേകത എന്നത് നേരത്തെ കിരൺ സൂചിപ്പിച്ച ഒന്ന് തന്നെയാണ്. ഈ രാഷ്ട്രീയത്തെ ഉറ്റുനോക്കുന്നവർക്ക് വളരെ പരിചിതമാണ് എങ്കിൽ പോലും രാഷ്ട്രീയത്തിൽ അത്രമേൽ വലിയ ധാരണയില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം AADMKയുമായി അന്ന് നടത്തിയ സഖ്യം, അതിനുശേഷമുള്ള വലിയ വിജയം, അതിനോടൊപ്പം തന്നെ വിജയിച്ച പാർട്ടിക്ക് ഒപ്പം അല്ലെങ്കിൽ ഭരണത്തിലിരിക്കേണ്ട പാർട്ടിയുടെ സമയത്ത് പ്രതിപക്ഷ നിരയിലേക്ക് അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിന്റെ കസേരയിൽ ഇരിക്കുന്ന ഏറെ കൗതുകകരമായ രാഷ്ട്രീയം. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളൊക്കെ പരിശോധിച്ചാൽ ഇത്തരം രസകരമായ രാഷ്ട്രീയ ഇന്നലകൾ കൂടിയുണ്ട്. അതിന് തമിഴ്നാടും സാക്ഷിയായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്തായാലും അടുത്ത പൊതു തെരഞ്ഞെടുപ്പിന് കളം ഒരുങ്ങുമ്പോൾ വിജയകാന്ത് എന്ന രാഷ്ട്രീയ നേതാവും തമിഴ്നാട്ടിലെ പ്രിയങ്കരനായ സിനിമാ താരവും ഇല്ല എന്നുകൂടിയാണ് പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കേണ്ടത്. അദ്ദേഹം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് മരണപ്പെട്ടത്. അദ്ദേഹത്തിന്റെ ആ ചരിത്രത്തിലേക്ക്, വിജയകാന്തിന്റെ ചരിത്രത്തിലേക്ക് ഞങ്ങളുടെ റിസർച്ച് ഡെസ്ക് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ബോളിവുഡിലും തമിഴ് രാഷ്ട്രീയത്തിലും ഒരുപോലെ പയറ്റിത്തെളിയാൻ വിജയകാന്തിന് സാധിച്ചിരുന്നു. 2005-ലായിരുന്നു ദേശീയ മുർപോക്ക് ദ്രാവിഡ കഴകം DMDK എന്ന സ്വന്തം രാഷ്ട്രീയ മുന്നണി രൂപീകരിച്ച് ദ്രാവിഡ രാഷ്ട്രീയത്തിൽ വിജയകാന്ത് വരവറിയിച്ചത്. 2006-ലെ തിരഞ്ഞെടുപ്പിൽ വിരുദാചലം നിയോജക മണ്ഡലത്തിൽ നിന്നും വിജയിച്ചു. 2011-ൽ AIADMKയുമായി സഖ്യം രൂപീകരിച്ച് 41 നിയോജക മണ്ഡലങ്ങളിൽ മത്സരിച്ചു. 29 സീറ്റിൽ പാർട്ടി വിജയിക്കുകയും ചെയ്തു. ആ വർഷം പ്രതിപക്ഷ നേതാവിന്റെ കസേരയും വിജയകാന്തിന് ലഭിച്ചു. എന്നാൽ പിന്നീട് ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ട സിനിമ പോലെയായി DMDK. 2016-ലെ തിരഞ്ഞെടുപ്പിൽ കെട്ടിവെച്ച കാശുപോലും നഷ്ടമായി. ആരോഗ്യ കാരണങ്ങളാൽ സിനിമയിൽ നിന്നും രാഷ്ട്രീയത്തിൽ നിന്നും പിൻവാങ്ങി. ന്യൂമോണിയ ബാധിച്ചതിനെ തുടർന്ന് വെന്റിലേറ്ററിന്റെ സഹായത്തിലായിരുന്ന അദ്ദേഹം കഴിഞ്ഞ ഡിസംബർ 28-നാണ് അന്തരിച്ചത്.